ക്ഷേത്രത്തിൽ പല വസ്തുക്കളും നിറപറയായി സമർപ്പിക്കുന്ന ഒരു നേർച്ചയുണ്ട്. നെല്ല്, ശർക്കര, പഞ്ചസാര, പൂവ് എന്നിങ്ങനെ നീളുന്നു പറ നിറയ്ക്കാനുള്ള വസ്തുക്കൾ. നിറമനസ്സോടെയുള്ള സമർപ്പണം എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ദീപാരാധന കാഴ്ചയിലേക്ക് പോകാം. മണ്ഡലകാലവിഭാതമായി ചരണ മന്ത്രതരംഗങ്ങൾ ഉയർന്നു. മണ്ഡലകാലവിഭാതമായി ചരണ മന്ത്രതരംഗങ്ങൾ ഉയർന്നു. പുനരൊരു ദീർഘസമാധിയിൽ നിന്നും മണികണ്ഠസ്വാമി ഉണർന്നു. പുനരൊരു ദീർഘസമാധിയിൽ നിന്നും മണികണ്ഠസ്വാമി ഉണർന്നു. മണിമണ്ഡപ നട തുറന്നു. മണ്ഡലകാലവിഭാതമായി ചരണ മന്ത്രതരംഗങ്ങൾ ഉയർന്നു. ഇത് എരുമേലി പെരിശ്ശേരി പുത്തൻ വീട്. മഹിഷി നിഗ്രഹമെന്ന അവതാര ദൗത്യത്തിന് പുറപ്പെട്ട സാക്ഷാൽ ശ്രീ അയ്യപ്പന് അഭയമേകിയ മുത്തശ്ശി ഗൃഹം. പുണ്യപുരാതനമായ ഈ ഗൃഹത്തിൽ അയ്യപ്പൻ ഒരു രാത്രി താമസിച്ചുവെന്നാണ് ഐതിഹ്യം. തന്റെ പോറ്റമ്മയായ പന്തളം രാജ്ഞിയുടെ അസുഖത്തിന് മരുന്നായി പുലിപ്പാൽ കൊണ്ടുവരാൻ നിയുക്തനായ മണികണ്ഠൻ യാത്രക്കിടയിൽ ഇന്നത്തെ എരുമേലിയിലെത്തി. അക്കാലം നിബിഡ വനമായിരുന്ന ഇവിടം മഹിഷി എന്ന ഭീകരരൂപിയുടെ കേളീരംഗമായിരുന്നു. പുരുഷ വിദ്വേഷിയായ മഹിഷി ഈ നാട്ടിലെ പുരുഷന്മാരെ ഹിംസിച്ച് വിളയാടി. അക്കാലങ്ങളിൽ രാത്രി സമയം ഇവിടുത്തെ വീടുകളിൽ പുരുഷന്മാർ അന്തി ഉറങ്ങാറില്ലായിരുന്നു അത്രേ. ഈ സമയത്താണ് മണികണ്ഠൻ പന്തളത്തു നിന്നും പുലിപ്പാൽ അന്വേഷിച്ച് ഇവിടെ എത്തിയത്. സമയം രാത്രിയായപ്പോൾ അടുത്തു കണ്ട വീട്ടിൽ അന്തി ഉറങ്ങാൻ അനുവാദം ചോദിച്ചു. എന്നാൽ ഇവിടെ പ്രായം ചെന്ന ഒരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രി ആ സ്ഥലത്ത് അന്തിയുറങ്ങുന്നത് അപകടമാണെന്ന് പറഞ്ഞിട്ടും മണികണ്ഠൻ വഴങ്ങിയില്ല. മണികണ്ഠൻ അന്ന് അന്തിയുറങ്ങിയ വീടാണ് ഇന്നത്തെ പുത്തൻ വീട് എന്നറിയപ്പെടുന്നത്. പുത്തൻ വീട്ടിലെ ചാണകത്തറയിൽ അന്തിയുറങ്ങാൻ കിടന്ന അതിഥിയെ പിറ്റേന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റ് നോക്കിയ മുത്തശ്ശിക്ക് കാണാൻ കഴിഞ്ഞില്ല. പകരം തന്റെ വീടിനകലെയല്ലാതെ കുളക്കരയിൽ ഭീകരരൂപിണിയായ മഹിഷി നിഗ്രഹിക്കപ്പെട്ട് കിടക്കുന്നതാണ് കണ്ടത്. മഹിഷി നിഗ്രഹം നടത്തിയ സാക്ഷാൽ ശ്രീ അയ്യപ്പനായിരുന്നു തന്റെ അതിഥിയെന്ന് മുത്തശ്ശി അപ്പോഴാണ് മനസ്സിലാക്കിയത്. മഹിഷി നിഗ്രഹം നടത്തിയ ഉടവാൾ മുത്തശ്ശി വീടിന്റെ തറയിൽ സമ്മാനിച്ചാണ് അയ്യപ്പൻ അവിടെ നിന്നും യാത്രയായതത്രേ. ഈ ഉടവാൾ ഇന്നും പുത്തൻ വീടിന്റെ നിലവറയിൽ പീഠത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഭക്തജനങ്ങൾക്ക് ദർശിക്കാവുന്നതാണ്. പെരിശ്ശേരി പിള്ളമാർ എന്നറിയപ്പെടുന്ന ഈ കുടുംബത്തിന്റെ അനന്തരാവകാശികൾ തലമുറകളായി ഈ ഉടവാളിനു മുന്നിൽ ദീപം തെളിയിക്കുന്നുണ്ട്. പുത്തൻ വീടിന് സമീപത്തായി ദേവസ്വം സ്കൂൾ മൈതാനത്ത് കാണപ്പെടുന്ന കുളമാണ് രുധിരക്കുളം. മഹിഷി നിഗ്രഹ സമയത്ത് മഹിഷിയുടെ രക്തം വീണ് ഈ കുളം ചോരക്കുളമായെന്നാണ് ഐതിഹ്യം. അതിനാലാണ് ഇത് രുധിരക്കുളം എന്നറിയപ്പെടുന്നത്. ചരിത്രമുറങ്ങുന്ന പെരിശ്ശേരി പുത്തൻ വീടും രുധിരക്കുളവും അധികമാരാലും അറിയപ്പെടാതെ കിടക്കുകയാണ് നറുനൈഗന്ധം വഴിഞ്ഞു. മണ്ഡലകാലവിഭാതമായി ഇതാണ് എരുമേലിയിലെ പേട്ട ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. കൊച്ചമ്പലം എന്നാണ് ഇതറിയപ്പെടുന്നത്. അയ്യപ്പ ദർശനത്തിനായുള്ള യാത്രയിൽ എരുമേലിയിൽ എത്തുന്ന അയ്യപ്പ ഭക്തർ ആദ്യം ദർശനം നടത്തുന്ന ക്ഷേത്രമാണ് കൊച്ചമ്പലം. കൊച്ചമ്പലം അതിന്റെ പേര് പോലെ തന്നെ ഒരു ശ്രീകോവിൽ മാത്രമുള്ളതാണ്. ഇവിടെ നിന്നും അയ്യപ്പനെ വണങ്ങി
ഭക്തജനങ്ങൾ നാളികേരമുടച്ച് പ്രദക്ഷിണം വയ്ക്കുന്നു. ഇവിടെയുള്ള കോട്ടപ്പടിയിൽ മലദൈവങ്ങൾക്ക് നാളികേരമുടയ്ക്കുകയും പതിവുണ്ട്. എരുമേലി വഴി കാനന ദുർഗങ്ങളിലൂടെയുള്ള ശരണയാത്രകളിൽ തങ്ങൾക്ക് തുണയാവാനാണ് അയ്യപ്പ ഭക്തർ മലദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നത്. മഹിഷി നിഗ്രഹം നടത്തുന്നതിന് മുൻപ് അയ്യപ്പൻ താമസിച്ച പെരിശ്ശേരി പുത്തൻ വീട്ടിലെ മുത്തശ്ശി താൻ ആതിഥ്യം അരുളിയത് സാക്ഷാൽ അയ്യപ്പനാണെന്ന് മനസ്സിലാക്കി. തന്റെ വീടിന്റെ സമീപത്തായി അയ്യപ്പന് ഒരു ക്ഷേത്രം പണിയണമെന്ന് മുത്തശ്ശിക്ക് ആഗ്രഹമുദിച്ചു. മുത്തശ്ശിയുടെ ഈ ആഗ്രഹപ്രകാരം മകൻ പെരിശ്ശേരി പിള്ളയാണ് കൊച്ചമ്പലം പണിതീർത്തതെന്ന് ഐതിഹ്യം പറയുന്നു. പന്തള നൃപനുടെ വാത്സല്യ പ്രഭ കൊണ്ടൊരു കനകാവരണം. ഇതാണ് എരുമേലി ധർമ്മശാസ്താ ക്ഷേത്രം. ശബരിമല സന്നിധാനം തേടിയുള്ള അയ്യപ്പ ഭക്തരുടെ യാത്രയിൽ എരുമേലി ധർമ്മശാസ്താവിനെ വണങ്ങുക എന്നത് ചടങ്ങാണ്. അയ്യപ്പൻ മഹിഷിയെ നിഗ്രഹിച്ചതുമായി ബന്ധപ്പെട്ടാണ് എരുമേലി എന്ന സ്ഥലനാമം ഉണ്ടായതെന്ന് വിശ്വസിക്കുന്നു. എരുമ കൊല്ലിയാണ് എരുമേലി ആയതെന്നാണ് ഒരു വിശ്വാസം. അയ്യപ്പ ഭക്തരുടെ പേട്ടതുള്ളൽ അവസാനിക്കുന്നത് ഈ വലിയമ്പലത്തിലാണ്. ഇവിടെ കുളിച്ചു തൊഴുത് വിശ്രമിച്ചതിനു ശേഷമാണ് ഭക്തർ സന്നിധാനത്തേക്ക് യാത്രയാകുന്നത്. ശരണമന്ത്രം ഉരുവിട്ട് ശബരിമല ശാസ്താവിനെ ദർശിക്കാൻ യാത്രയാവുന്ന ഓരോ ഭക്തനും തങ്ങളുടെ തീർത്ഥാടന വേളയിൽ എരുമേലിയിൽ എത്തിച്ചേരുന്നു. മണികണ്ഠസ്വാമിയുടെ പുണ്യ അവദാനങ്ങളാലും ചരിത്ര വസ്തുതകളാലും സമ്പന്നമാണ് എരുമേലി. കോട്ടയം ജില്ലയിലാണ് എരുമേലി എന്ന പ്രദേശം. വ്രതനിഷ്ഠരായി എത്തുന്ന അയ്യപ്പ ഭക്തന്മാർ എരുമേലിയിൽ നടത്തുന്ന പുണ്യമായ ചടങ്ങാണ് പേട്ടതുള്ളൽ. പേട്ടതുള്ളലിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് നിരവധി കഥകൾ പറഞ്ഞു കേൾക്കുന്നു. പേട്ടതുള്ളലിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് ഐതിഹ്യത്തിന്റെ പിൻബലത്തിൽ പറഞ്ഞു കേൾക്കുന്നത് ഇങ്ങനെയാണ്. എരുമേലി പ്രദേശത്തുകാർക്ക് പേടിസ്വപ്നമായി മാറിയ മഹിഷി എന്ന ഭീകര സത്വത്തെ അയ്യപ്പൻ നിഗ്രഹിച്ചു. മഹിഷി നിഗ്രഹിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ നടത്തിയ ആഹ്ലാദ പ്രകടനമാണ് പേട്ടതുള്ളൽ എന്നാണ് ഒരു വിശ്വാസം. പേട്ടതുള്ളലിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ വിശ്വസനീയവും ചരിത്രത്തിന്റെ പിൻബലവുമുള്ളതുമായ മറ്റൊരു കഥ ഇങ്ങനെയാണ്. ശബരി എന്ന താപസിയുടെ ആശ്രമത്തിന് സമീപത്തായി പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ ശാസ്താക്ഷേത്രം മറവപ്പട കൊള്ളയടിച്ചു. ക്ഷേത്രം പിടിച്ചെടുത്ത് പുനർനിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തണമെന്ന് അയ്യപ്പൻ ആഗ്രഹിച്ചു. എല്ലാ പടയാളികളും നിശ്ചിത ദിവസം എരുമേലിയിൽ എത്തണമെന്ന് അയ്യപ്പൻ നിർദ്ദേശിച്ചു. കച്ചവടക്കാരനായ വാവർ എന്ന മുസ്ലിമിനും കൊച്ചുകടുത്ത എന്ന യോദ്ധാവിനുമായിരുന്നു ഇതിന്റെ നേതൃത്വമെന്ന് പുരാവൃത്തം. ഈ സമയം അമ്പലപ്പുഴ സൈന്യവും ആലങ്ങാട് സൈന്യവും അയ്യപ്പനോടൊപ്പം ഉണ്ടായിരുന്നു എന്നും വിശ്വസിക്കുന്നു. മറവപ്പടയെ തുരത്താൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട സൈന്യത്തിന്റെ ജയഭേരി മുഴക്കിയുള്ള യാത്രയുടെ ഓർമ്മയാണ് പിന്നീട് പേട്ടതുള്ളൽ എന്ന ചടങ്ങായി മാറിയതത്രേ. പേട്ടതുള്ളലിനെ കുറിച്ച് പറഞ്ഞു വരുന്ന മറ്റൊരു കഥ ഈശ്വരപ്രീതിക്കായി മാറ്റിവെക്കുന്ന വിഭവങ്ങൾ ആഘോഷപൂർവ്വം എത്തിക്കുന്ന ചടങ്ങാണ് ഇതെന്നും അഭിപ്രായമുണ്ട്. ഒരു സത്യദീപത്തെ സാക്ഷി നിറുത്തിയൻ ഇരുമുടിക്കെട്ട് നിറപ്പ്, ഗുരുധർമ്മപാദത്തെ താണു വണങ്ങിയൻ നരജന്മക്കെട്ട് മുറുക്ക്, തിരുപടിയേറാനൊരുക്ക്, ശ്രീഭൂതനാഥനേ ശരണം, ശ്രീനാഥഭൂതനേ. ആദ്യകാലങ്ങളിൽ ധനു 27 മാത്രമായിരുന്നു പേട്ടതുള്ളൽ. പിന്നീട് ധനു 20 മുതൽ 30 വരെ രാപ്പകൽ ഭേദമന്യേ പേട്ടതുള്ളലായി. ഇപ്പോൾ മണ്ഡലം തുടങ്ങുന്നത് മുതൽ അയ്യപ്പഭക്തന്മാർ പേട്ടതുള്ളാറുണ്ട്. പേട്ട ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്നും തുടങ്ങി തൊട്ടടുത്തുള്ള വാവരുപള്ളിയെ വലം വെച്ച് എരുമേലി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെത്തിയാണ് പേട്ടതുള്ളൽ അവസാനിക്കുന്നത്.